ഹലോ മക്കളെ, അപ്പോൾ 2 മാർക്കിന്റെ മറ്റൊരു ചോദ്യമാണ് എന്താണെന്ന് അറിയുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കേട്ടോളൂ. യൂസസ് ഓഫ് ടെൻസസ് എന്ന് പറയുന്നത് മക്കൾ ശ്രദ്ധിച്ച് കേട്ടോളൂ. ടെൻസിന്റെ ഉപയോഗം അല്ലെങ്കിൽ യൂസ് ഓഫ് ദി കറക്റ്റ് ഫോം ഓഫ് ദി വെർബ് അല്ലേ, ഒരു വെർബിനെ എങ്ങനെ കറക്റ്റ് ഫോം ആയിട്ട് അല്ലെ അതിന്റെ കറക്റ്റ് ഫോമിൽ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം വരുന്നത്. നോക്കൂ നിങ്ങൾ, പെലായോ ആൻഡ് എലിസണ്ട എന്നിട്ട് ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് സിമ്പിൾ പാസ്റ്റിൽ ഉപയോഗിക്കണം, അല്ലെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ്, രണ്ടാമത്തത് പാസ്റ്റ് കണ്ടിന്യൂസ്, ഒന്നാമത്തത് സിമ്പിൾ പാസ്റ്റിൽ അല്ലേ. ഫൈൻഡിന്റെ സിമ്പിൾ പാസ്റ്റ് എന്താണ്? ഫൈൻഡ്, അതിനുള്ള ഡിഡ് കയറ്റിയാൽ മതി. അപ്പോൾ ഉത്തരം എന്താ വന്ന് പറ? ഫൗണ്ട് അല്ലേ. ദ ഓൾഡ് മാൻ വൈൽ ദേ ഡാഷ് വാക്ക്, എന്നാൽ കണ്ടിന്യൂസ് ആവണം. കണ്ടിന്യൂസിന് കാണിക്കാൻ വാക്കിന്റെ ING ഫോം കൊടുത്താൽ മതി. എന്താണ് പറ? വാക്കിംഗ് അല്ലേ, വാക്കിംഗ്. സോറി, ഞാനൊന്ന് വൃത്തി ചെയ്തിട്ടുണ്ട്. എന്താക്കണം പറ? വാക്കിംഗ്. ഈ വാക്കിംഗ് എന്ന് കൊടുത്താൽ എന്തായി മക്കളെ പറ? കണ്ടിന്യൂസ് ആയി. വാക്കിംഗ് എന്ന് കൊടുത്താൽ കണ്ടിന്യൂസ് ആയി. പാസ്റ്റ് കണ്ടിന്യൂസ് ആക്കണ്ടേ? അപ്പോൾ ഇവിടെ ദേ എന്നല്ലേ വന്നത് അല്ലേ. അപ്പോൾ ദേ ആർ വാക്കിംഗ് എന്ന് കൊടുക്കാൻ പറ്റൂല, ദേ വേർ വാക്കിംഗ് ആണ് ഉത്തരം വന്നത് കേട്ടോ. ദേ വേർ, കാര്യം പാസ്റ്റ് കൂടെ കാണിക്കണം എന്ന്. അപ്പോൾ ഉത്തരം പറ? ദേ വേർ വാക്കിംഗ് ഇൻ ദ കൺട്രി ആണ് കേട്ടോ. നെക്സ്റ്റ് നോക്കിക്കോളൂ. ദ നൈബർ വുമൺ അല്ലേ, നൈബർ വുമൺ ഇവിടെ സേ ഉണ്ട് അല്ലേ. ദെൻ ഷീ ഡാഷ് ബിലീവ് ഉണ്ട്. ആദ്യം സേ സിമ്പിൾ പാസ്റ്റ് ആക്കണം. അപ്പോൾ സേ ഡിഡ് കയറ്റിയാൽ എന്തായി പറ? സെഡ് അല്ലേ. ഇനി പ്രസന്റ് സിമ്പിൾ, അതായത് സിമ്പിൾ പ്രസന്റ് ആക്കണം അല്ലേ. ഷീ എന്ന് പറയുന്ന ഒരാളല്ലേ ഉള്ളൂ. അപ്പോൾ ബിലീവിൻ്റെ ഉള്ളിൽ ഡു അല്ലേ ഉള്ളത്, ഡസ് കയറ്റണം. എങ്ങനെ വരിക? ഷീ ബിലീവ്സ് അല്ലേ, ഷീ ബിലീവ്സ്. ക്ലിയർ അല്ലേ മക്കളെ? അങ്ങനെ ടെൻസ് മാറ്റി പഠിക്കുക കേട്ടോ. അടുത്തത്, ബൈ ദ ടൈം ദ പ്രീസ്റ്റ് അറൈവ്ഡ്, പ്രീസ്റ്റ് അറൈവ് ചെയ്ത സമയത്ത് മെനി പീപ്പിൾ ഗ്യാദർ അല്ലേ. ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കണം. പെർഫെക്റ്റ് ആവാന് നമ്മൾ ഗ്യാദറിന്റെ വീട്ടിൽ എന്താ മക്കളെ പറ? ഗ്യാതേർഡ്. എന്താ വന്ന് പറ? ഗ്യാതേർഡ്. എന്നാൽ പെർഫെക്റ്റ് ആവാൻ ഹാവും ഹാസും വെക്കാൻ പറ്റും. പാസ്റ്റ് പെർഫെക്റ്റ് ആകണമെങ്കിൽ എന്ത് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ പറ? ഹാഡ്. അപ്പോൾ ഉത്തരം ഏതാ വന്ന് പറ? ഹാഡ് ഗ്യാതേർഡ്. ക്ലിയർ അല്ലേ? ഒരു ക്വസ്റ്റ്യനോട് നോക്കിക്കോളൂ. സ്പിൽ മാൻ ഡാഷ് ഇൻ ദ ആറ്റിക് അല്ലേ. ഹൈഡ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. നോക്കൂ, ദെൻ ദ ഓഫീസർ ഫൈൻഡ് ഹിം. അപ്പോൾ ഈ ഹൈഡിൻ്റെ സിമ്പിൾ പാസ്റ്റ് അല്ല പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കണം എന്ന്. പാസ്റ്റ് ആക്കുകയാണെങ്കിൽ ഹൈഡിൻ്റെ വീട്ടിൽ എന്താ മക്കളെ പറ? ഹിഡൻ അല്ലേ. എന്താ വന്ന് പറ? ഹിഡൻ. ഇനി പെർഫെക്റ്റ് ആക്കാൻ ഹാവോ ഹാസോ. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ആക്കണമെങ്കിൽ പറ? ഹാഡ് വെക്കണം എന്ന്. അപ്പോൾ ഉത്തരം എന്താ വന്ന് പറ? ഹാഡ് ഹിഡൻ. ക്ലിയർ അല്ലേ? ഇൻ ദ ആറ്റിക് ബിഫോർ ദ ഓഫീസർ ഡാഷ് ഫൈൻഡ് അല്ലേ, സിമ്പിൾ പാസ്റ്റ്. ഫൈൻഡിൻ്റെ പാസ്റ്റ് എന്താ മക്കളെ പറ? ഫൗണ്ട്. ഫൈൻഡിൻ്റെ പാസ്റ്റ് എന്താ മക്കളെ പറ? ഫൗണ്ട് ഹിം. നെക്സ്റ്റ്, ദ ഓഫീസർ ഡാഷ് സേ വന്ന് കേട്ടോ. ദെൻ ഹീ കഴിഞ്ഞിട്ട് ബി ആണ് വന്നത് എന്ന്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുക. സേൻ്റെ ഡിഡ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എന്താ പറ? ഡിഡ്. ദെൻ ഹീ ഡാഷ് ബി ഫോം വെക്കണം. ഏതാണ് ബി ഫോം? ബി ഫോം പെട്ടതാണെന്ത്? ആം, ഈസ്, ആറ്, വാസ്, വേർ. അതാണ് ബി ഫോം എന്ന് പറയുന്നത്. എന്നാൽ നോക്കൂ, സിമ്പിൾ പ്രസൻറ്റ് ആവണം. ഹീൻ്റെ കൂടുതൽ പ്രസൻറ്റ് ആവാൻ ആമീസാറുണ്ട്. അപ്പോൾ ഹീ ഒരാളായതുകൊണ്ട് നമുക്ക് എന്ത് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ പറ? ഈസ് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഹീ ഈസ് അഷെയിംഡ് എന്ന് പറയുന്ന ഉത്തരം വരിക കേട്ടോ. നെക്സ്റ്റ്, ബൈ ദ ടൈം ദ വാർ എൻഡഡ്, വാർ അവസാനിച്ച ആ സമയത്ത് സ്പിൽമാൻ, ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ, സർവൈവ്. ഈ സർവൈവിൻ്റെ പാസ്റ്റ് പെർഫെക്റ്റ്, സർവൈവിൻ്റെ പെർഫെക്റ്റ് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് വെക്കും മക്കളെ പറ? സർവൈവ്ഡ് എന്ന് വെക്കും അല്ലേ. പെർഫെക്റ്റിനെ കാണിക്കാൻ ഹാവോ ഹാസോ. പാസ്റ്റ് പെർഫെക്റ്റ് ആയതുകൊണ്ട് ഉത്തരം എന്താ പറ? ഹാഡ് സർവൈവ്ഡ്. അങ്ങനെയാണ് നമ്മൾ വെർബിന്റെ ഫോംസ് ഉപയോഗിക്കുക, ടെൻസ് ഉപയോഗിച്ച് പഠിക്കുക എന്നുള്ളത് കേട്ടോ. മക്കളെ മറക്കണ്ട, ഇന്ന് കൃത്യം 7 മണിക്ക് നമ്മുടെ MS ലൈവിലേക്ക്, 10ാം ക്ലാസ്സിലെ ലൈവിലേക്ക് നിങ്ങൾ ഫ്രണ്ട്സിനെയും കൂട്ടി വായോ, അവിടെ വെച്ച് കാണാം.